നിന്റെ അനിയത്തിക്കൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അഭിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് ആരാന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അഭിയേട്ടൻ എന്നുള്ള ഇടക്കിടക്ക് ഇടുന്ന് പറയുന്നത് കേൾക്കലുണ്ട്. അത് നിങ്ങളെ ചങ്ങായിയാന്ന് ഞാനെങ്ങനെ അറിയില്ല? മനസ്സിലായി. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്, ഞാൻ പറയാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഏട്ടാ ഈ പ്ലാസ്റ്റർ ഇടുന്ന സ്ഥലം എവിടെയെന്ന്? പൊട്ടലുള്ള സ്ഥലത്താണ് സാധാരണ ഇടുന്നത്. എന്തേ? ഞാൻ വിളിക്കാം. അടുത്തെന്താണ്? അടുത്തതിൻ്റെ 16. ഓക്കെ. വേദന ഉണ്ടാ മോനെ? ഏയ്, ഓളെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചത്തൊരുക്കാനും. നിന്നോടല്ല ബിയെ. ഇങ്ങനെയുണ്ട് മോനെ? കുറച്ച് ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ലല്ലേ? ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എങ്ങനെ ഞാൻ പറയലെന്ന് വെച്ചിട്ടാ. പക്ഷെ നിങ്ങൾ അതിലും വലിയ പണിയെടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇതിപ്പോ എന്തുമാത്രം സമയം പോയി. ആ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ 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 അതെ. അഭിയേട്ടൻ എന്തൊന്നും മിണ്ടാത്തത്? എനക്കിപ്പോ പേടിയൊന്നുമില്ല. ഓക്ക് എന്നെ ഇഷ്ടാന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ആ, പേടിക്കാണ്ടിരുന്നു. മറ്റന്നാളാണ് കല്യാണം. അതിനു മുമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യുമല്ലോ. ആര്? നിങ്ങ എല്ലാരും ഇല്ലേ? ആ, പടിയോട്ടോ പിടിച്ച് ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. ചന്തയാണ്. എല്ലാരും ഒന്ന് പുറത്തേക്ക് പോയേ. ഇവിടെ അടിയിട്ടിയാൾ മാത്രം നിന്നാ മതി. അല്ല, ഏറെക്കുറെ എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട് സിസ്റ്റർ. ഓ, കണ്ണുചോരിയില്ലല്ലോ. ഇവന്റെ കേസ് ഫയലാണ്. അല്ല, അത് നേരത്തെ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയ ഒരാൾ തോന്നും. ഇവിടെ തന്നെ ഉണ്ടോ? അതെന്താ ഇല്ലാത്ത? ശംഭു മഹാദേവൻ. ഈ പേഷ്യന്റ് എന്താ പറ്റിയത് സിസ്റ്റർ? ഏടുന്നോ അടി കിട്ടിയിട്ട് വന്നതാണ്. ഓഹോ, നല്ലോണം കിട്ടിന്ന് തോന്നും. മൂക്കെല്ലാം ചതഞ്ഞ് പോരാത്തതിന് വയറ്റിളക്കും. ബൈ സിസ്റ്റർ. ഇവൻ എണീക്കുന്നതിന് മുമ്പ് ആ വീഡിയോയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്ക്. ഞാൻ ഫോണും കിടക്ക്. ഏതിങ്ങനായാ? ഇന്നലത്തെ അടിയിൽ പൊട്ടിയാന്ന് തോന്നുന്നു. ഓണാവുന്നില്ല. എന്റെ പവിയോട്ട വല്ലാത്ത ചെയ്തായി പോയി. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ്. ഇത്ര ലൈറ്റ് വാടകയ്ക്ക് എടുത്ത് കള്ളും മേടിച്ചു കൊടുത്ത്. എന്താടാ നമ്മെന്താ? ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. എന്താ അത് ഭാഗ്യത്തിന് അമലിനൊന്നും പറ്റിയിട്ടില്ല. പവിയേട്ടൊന്നും പറ്റീനി? ആക്സിഡന്റ് ഞാനും ചന്ദ്രേട്ടനും പോയപ്പോ ഓന്റെ ബൈക്കിനല്ലേ ഇടിച്ചു. അതെയാ? ഭയങ്കര കോൺഫിഡൻസ് ആയി പോയല്ല. സത്യം. അതെ. തലവേനെടുത്തിട്ടാണെങ്കിൽ എടാ നീ ലൈറ്റ് ആയിട്ട് വെച്ചിരുന്നില്ല. അയ്യോ സമയായി. മമ്മ അന്വേഷിക്കുന്നുണ്ടോ? ഷർട്ട് തിന്ന് അപ്പേട്ട എനക്കെന്താ പറ്റിയത്? ഞാൻ ഒന്നും പറ്റില്ലടാ. എനക്കെന്തോ പറ്റിയത് നിങ്ങൾ പറയാത്തന്ന്. ഒന്നും പറ്റില്ലടാ. ഒന്നുമില്ല കൊട്ടോ, ഒന്നുമില്ല. ചെല്ലു, നീ വീട്ടിൽ ചെല്ലും. മമ്മി അന്വേഷിക്കും. മറ്റന്നാൾ കല്യാണാന്ന്. ഓ യെസ് 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 യെസ്. ഞാൻ പോട്ടെ എന്നാല്. ആ ചെല്ലു. ഷൂടെ അതാ അങ്ങനെ അവസാനത്തെ വാതിലും അടഞ്ഞു. ഇനിയല്ലേ ക്ലൈമാക്സ്. അവഞ്ചേഴ്സ് പോലെ നമ്മ എല്ലാരും ഒന്നിച്ച സ്ഥിതിക്ക് ഇനി ഒരു എൻഡ് ഗെയിം. തിരക്കഥയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇനി നിന്റെ തിരക്കഥയൊന്നും വേണ്ട. ഞാനൊരു ഐഡിയ പറയാം. സംഗതി ഇച്ചിരി പഴയതാണ്, പക്ഷെ എന്നാലും വർക്കാന്ന്. ഒളിച്ചോട്ടം. ഒരൊറ്റ ചവിട്ടം കൂടെ തന്നാണ്ടല്ലോ. ഇല്ല തല്ലി മുഴുവൻ വാങ്ങി തന്നിട്ട് ഓന്റെ ഒരു ക്ലീശ പകേട്ടൻ പറ. ഇവനെയും ചന്ദ്രയും കൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് കുറച്ചാൾ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നു. ഇതൊന്നും അറിയാത്ത പോലെ ഞാൻ വന്ന് സുജനെ കെട്ടുന്നു. സുജനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാനല്ലേ അടുത്ത മെയിൻ. ഞാൻ മെയിനായ പിന്നെ ഓനെപ്പോണെങ്കിലും തിരിച്ചു വരാല. എന്തൊരു സ്റ്റോറി സെൻസാ പവിയേട്ട അങ്ങക്ക്. ഇടയ്ക്ക് ഞാൻ അങ്ങനെയാന്ന്. പക്ഷെ ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? വഴിയുണ്ട്. ആരും അറിയാണ്ട് കാര്യം നടക്കണമെങ്കിൽ ഔറാങ്കാട് അമ്പലമാണ് ബെസ്റ്റ്. ആടെ എനിക്ക് പരിചയമുണ്ട്. ബാക്കിയെല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്തോളാം. ഇനി പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഔറാങ്കാട് ക്ഷേത്രം, ഇത് അയ്യനാട്, ഇത് കൂമന്തൊണ്ട,
ഇത് കാവുംചോല. കാവുംചോല വഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ആടെ പാലം പൊളിച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല ആടെ മുക്കിനും അവളുടെ ബന്ധുക്കളാ. കൈ കിട്ടിയ കൊന്നുകളയും. ആ വലിയ ടീമാ. എയ്യനാടുന്ന് ഓളയും കുട്ടി നമ്മതെ കൂമന്തൊണ്ട വഴി ഔറാങ്കട്ടിലേക്ക് വരും. എന്നിട്ട് ചെക്ക്. കൂമന്തൊണ്ടേന്ന് അവറാങ്കാട് പോകുന്ന വൈക്കാന്ന് ബിബീഷിന്റെ വീട്. അത് ശരിയാണ്. പക്ഷെ ആ റിസ്ക് നന്നായിട്ടുണ്ട്. പിന്നെ പുലർച്ചെ ആയതുകൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാവൂല എന്ന് നമുക്ക് അനുമാനിക്കാം. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ശരിയാണ്. അപ്പോ കൂമന്തൊണ്ടയ്ക്ക് അടുത്തുള്ള ആലിന്റെ ചോട്ടിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാനും ചന്ദ്രേട്ടനും ഓളയും കൂട്ടി ദേ ഇങ്ങനെ വന്ന് ആലിന്റെ ചോട്ടിലെത്തും. ആടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക്. ആടെ വെച്ച് എൻ്റെ ഓളയും കല്യാണം. ബട്ട് ബോയ്സ്, ആ കാര്യങ്ങളിൽ സ്മൂത്തായി നടക്കണമെങ്കിൽ ഓള് ഇവിടെ വീട്ടിലല്ലേ, അവിടെ നിന്ന് ഇറങ്ങി വരട്ടെ. വരുവാ വിൽഷി. കേട്ടോ, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒന്നിപ്പിക്കണം. എത്ര ആലോചിച്ച് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ പറയുന്നേ. ഇന്ന് രാത്രി എന്നെല്ലാം പറയുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോ തീരുമാനം എടുക്കും. നമുക്കൊരു ചോയ്സും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അധികം സമയമില്ലാത്തോണ്ടാണ്. അല്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ഈ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തുന്നതിനേക്കാൾ നല്ലതാണെന്നല്ല, അതാലോചിച്ചിട്ട് പറഞ്ഞാന്ന്. അതോ ഇനി എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്? നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അബിയേട്ടനോട് ഞാനങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്ര പെട്ടെന്ന് ഒളിച്ചോടണമെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരോടി സമ്മതിക്കണ്ടേ? ഓൻ്റെ കാര്യമാണ്. ഓൻ സമ്മതിക്കാതിരിക്കാൻ എന്താ പ്രശ്നം? ഓൻ സമ്മതിക്കും. അല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ല. ഇനി അതിലും സംശയമാണെങ്കിൽ ഓനെ തന്നെ വിളിച്ചു ചോദിച്ചോ അല്ലേ? ഞാൻ വരാം. അബിയേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വീട്ടിലെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. എന്റെ പൂമാലപ്പോതി, ഞാനിതൊന്ന് കാണുന്നേ തുടങ്ങി. ആടൻ തലക്കച്ചിനി എന്നെ ആരും തച്ചതൊന്നുമല്ല. പിന്നെ അത് ആടെ വെച്ച് വെളിച്ചങ്ങ തലക്ക് വീണ. വെളിച്ചിങ്ങ തലയിൽ വീണ എങ്ങനെയാലും പറ്റുമോ? ഇച്ചിരി മൂപ്പും വലിപ്പമുള്ള ഓ, വെളിച്ചങ്ങ. എന്നാ തേങ്ങ ആയിരിക്കും. തേങ്ങ തലയിൽ വീണിട്ട് ഇത്രേ പറ്റിട്ടു. എന്നെ നാട്ടുകാർ നല്ലോണം കൈവച്ചിന് പോരെ. ആഹാ, സത്യം പറയടാ, ഇന്നലെ രാത്രി നീ ആ പൂക്കള സന്ധ്യന്റെ വീട്ടിലല്ലേ പോയിനി? ഒരു ഇളയമ്മ പറയുന്ന വർത്താനം അത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ എനിക്ക് പല ഇടപാടുകളൊക്കെ വരും. അതല്ല എനിക്ക് നിങ്ങളെടുത്ത് പറയാൻ പറ്റും. ഞാനും പറഞ്ഞു നീ ഓളടുത്ത് ഇടപാടിന് പോയിന്ന്. നിങ്ങൾ പോയോ? നിങ്ങൾ ആടെ പോയി ആ പയ്യന് വെള്ളം കൊടുക്കും. ആദ്യം പോത്തിനേരാ, എന്നിട്ട് ബൈക്ക് കൊടുക്ക. ഓന്റെ ഒരു വർത്താനം. ഇങ്ങനെ ആർക്കല്ലോ വേണ്ടിട്ട് നടന്നിട്ടാണ് സ്വന്തം കാര്യം ഒന്നും നടക്കാണ്ടായി. എത്രയും യോഗമില്ലാത്ത ഒരു ചെക്കൻ. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അച്ഛനമ്മ സെന്റിമെന്റ്സ് അതിപ്പോ മോളുടെ ഇഷ്ടം. അങ്ങനെയുള്ള സെന്റിമെന്റ്സ് അവർക്കില്ലല്ലോ. ഇവരെല്ലാം പേടിച്ചിട്ട് ഇഷ്ടമല്ലോ ചെയ്യാണ്ടെന്നാ എപ്പോഴും തന്നെ ചെയ്യേണ്ടി വരും. നീ കൂളായിട്ടിരിക്കും.